ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ ഹോരേബിലേക്ക് പോകുന്ന റോഡിലാണ്. ഹോരേബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിലെ ഒരു മോശ മുൾപ്പടർപ്പ് കണ്ട മുൾപ്പടർപ്പ് എരിയുന്നത് കണ്ട ആ സ്ഥലമാണ്. ഇപ്പോൾ പോകുന്ന വഴിക്ക് ഒട്ടകങ്ങൾ നിൽക്കുന്നതാണ്. നമുക്ക് ഒട്ടകത്തിനെ കാണുമ്പോൾ അറിയാം. ഒട്ടകത്തിൻ്റെ കാല് കെട്ടിയിട്ടുണ്ട്, ഫ്രണ്ട് കാല് കെട്ടിയിട്ടുണ്ട്, ബാക്ക് കാല് കെട്ടിയിട്ടില്ല. ഒട്ടകങ്ങളുടെ റോഡിൽ നടക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ബൈബിളിലെ ചരിത്ര പ്രധാനമായ ഒരു സ്ഥലത്താണ്. ഹൊരേബ് പർവ്വതത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അറിയാം. മോശ ആട് മേയ്ക്കാനായിട്ട്, അതായത് തൻ്റെ അമ്മായിപ്പൻ്റെ ഭവനത്തിലായിരിക്കുമ്പോൾ ആട് മേയ്ക്കാനായിട്ട് വന്ന സ്ഥലമാണ് ഹൊരേബ് പർവ്വതം. മോശ ഇങ്ങനെ ആട് മേയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഈ പർവ്വതത്തിൽ ഒരു മുൾപ്പടർപ്പ് കത്തുന്നത് കണ്ടു. അപ്പോൾ മോശനെ ആശ്ചര്യപ്പെടുത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കത്തിക്കൊണ്ടിരുന്ന മുൾപ്പടർപ്പ് നന്നായിട്ട് തീ ആളി കത്തുന്നുണ്ടെങ്കിൽ മുൾപ്പടർപ്പ് കത്തി തീരുന്നില്ല. അപ്പോൾ അതായത് ആക്ച്വലി ഈ ഹൊരേബിന്റെ ദൈവത്തിന്റെ സ്ഥലം എന്നുകൂടി അർത്ഥമുണ്ട്. അപ്പം മോശ ആ മുൾപ്പടർപ്പിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ എന്താ പറയുക, ദൈവം മോശയോട് സംസാരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം. അങ്ങനെ മോശ സഞ്ചരിച്ചതും, മോശ ആടുകളെ മേയിച്ചതും, മോശ യഹോവയോട് സംസാരിച്ചതും, യഹോവ മോശയോട് പല ഭാവി കാര്യങ്ങൾ സംസാരിച്ചതുമായ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെയുള്ള നമ്മൾ കല്ലുകൾ, പാറകളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ റോക്കിലും മുൾപ്പടർപ്പിന്റെ പടം നമുക്ക് കാണാൻ പറ്റും. അത് ശരിക്കും വരച്ചു വെക്കുന്ന പോലെ. നമ്മളിവിടെ കിടക്കുന്ന എല്ലാം എടുത്തു നോക്കി അറിയാം. ഞാനത് കാണിച്ചു തരാം. അത് മുൾപ്പടർപ്പ് പെയിന്റ് ചെയ്ത് വെച്ചേക്കുന്നത് പോലെ, അല്ലെങ്കിൽ അത് അതേപടി പകർത്തിയതുപോലെ നമുക്ക് കാണാൻ സാധിക്കും. അത് ഭയങ്കര അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ മോശ കണ്ട ആ മുൾപ്പടർപ്പ് നമുക്ക് കാണാൻ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ ഈ ഒരു പാറക്കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ മുൾപ്പടർപ്പിന്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം, മുൾപ്പടർപ്പ് നമുക്ക് കാണാം. ഇതൊരു ചെറിയ മുൾപ്പടർപ്പാണ്. ഇവിടെ നമ്മൾ എല്ലായിടത്തും നോക്കി ഇതുപോലെയുള്ള ചെറിയ ചെറിയ മുൾപ്പടർപ്പുകൾ കാണാം. കുറ്റിച്ചെടി പോലെ ആണിത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പറിച്ച് സ്മെല്ല് ചെയ്താൽ ഒരു പ്രത്യേക മണമുണ്ട്, നല്ല മണമാണ്. ഈ ഭൂപ്രകൃതി ഇവിടുത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ നമ്മളവർക്ക് ഇത് വെറും ഒരു പ്ലാന്റ് ആണെന്ന് ഓർക്കുമെങ്കിലും നല്ല ഫ്ലവറിൽ നിന്ന് വരുന്ന പോലെ നല്ല സ്മെല്ല് ഉണ്ട്. ഇതിങ്ങനെ ഇവിടെ മൊത്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അവിടെ ഇവിടെ ആയിട്ട്. ബൈബിളിലെ പഴയ നിയമത്തിലുള്ള നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മോശ ആട് മേച്ച സ്ഥലമാണ്. അങ്ങനെ പല ചരിത്ര സംബന്ധമായ പല സ്റ്റോറീസും നടന്ന സംഭവങ്ങളും നടന്ന സ്ഥലമായതുകൊണ്ട് തന്നെ പല ക്രൈസ്തവ വിഭാഗങ്ങളിലുള്ളവര് തീർത്ഥാടനത്തിന് ഇവിടെ വരാറുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിക് തീർത്ഥാടകരും ഇവിടെ വരാറുണ്ട്. കാൽനടയായി നാഥൻ മലമുകളേറി അന്നു ജീവനേകുവാനായെന്തു പാടുപെട്ടു നീ, അന്നു ജീവനേകുവാനായെന്തു പാടുപെട്ടു നീ. നമ്മളിപ്പോ നിൽക്കുന്നത് ഒരു കിണറിന്റെ അടുത്താണ്. ഈ കിണർ ഇവിടെ ആട് മേയ്ക്കാൻ പണ്ട് കാലത്തൊക്കെ വന്നുകൊണ്ടിരുന്ന ആട്ടിടയന്മാരൊക്കെ ആടിന് വെള്ളം കൊടുക്കാനും ആടിന് കൊടുക്കാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കിണറാണിത്. നാഥൻ യാഗമായി മാറി അന്നു കാൽനടയായി നാഥൻ പുറകുവശത്ത് കാണുന്നതാണ് ഒലിവൃക്ഷം. ഈ പരിസരത്തൊന്നും മറ്റു ഒലിവൃക്ഷങ്ങളൊന്നും കാണാൻ നമുക്ക് പറ്റത്തില്ല. മൊത്തം കുന്നുകളും മലനിരകളൊക്കെയാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒലിവൃക്ഷം ഇവിടെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് സംരക്ഷിക്കാനായിട്ട് ചുറ്റും വേലി കെട്ടിയിരിക്കാനായിട്ട് നമുക്ക് കാണാം.
ഇവിടെ മറ്റ് വൃക്ഷങ്ങളെന്ന് പറയാനായിട്ട് പിന്നെ മുൾപ്പടർപ്പുകൾ മാത്രം അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് കാണാം, വേറെ ഒന്നും കാണാൻ പറ്റത്തില്ല. എന്തായാലും ഇവിടെ ഈ പരിസരത്ത് റയറായിട്ടുള്ള ഒരു ഒലിവൃക്ഷം നല്ല രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട്. ഇത് നനയ്ക്കാനായിട്ട് നമ്മളിപ്പോൾ കണ്ട കുളത്തിലെ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഒലിവ് വൃക്ഷത്തിന്റെ കായാണ്. ഇത് കഴിക്കാൻ കൊള്ളാവുന്നതാണ്. ഇതിനിപ്പോൾ നല്ല മധുരമാണെന്നാണ് എനിക്കിത് പറിച്ചു തന്ന ആള് പറഞ്ഞത്. മധുരമാണെന്ന് ഞാൻ വിശ്വസിച്ച് കഴിച്ചു നോക്കാം. ആവേശം, അതായത് നമ്മുടെ ഇത്ര ടേസ്റ്റ് ഉള്ള, അതായത് നമ്മുടെ നാട്ടിലെ ഏറ്റവും കയ്പുള്ളതിന്റെ പേര് എന്തോ ഒരു പേര് പറയും, ഞാൻ ഓർക്കുന്നില്ല. കാഞ്ഞിരം. കാഞ്ഞിരത്തിലും കയ്പാണ്. എനിക്കിത് അറിയില്ലായിരുന്നു. ഇവരെന്നെ പറ്റിക്കുകയായിരുന്നു. കാഞ്ഞിരത്തെക്കാളും ഞാൻ കാഞ്ഞിരം കഴിച്ചിട്ടില്ലെങ്കിലും കേട്ടിട്ടുണ്ട് കാഞ്ഞിരത്തിന് ഭയങ്കര കയ്പാണെന്ന്. ബട്ട് എനിക്ക് 100% ഉറപ്പാണ് കാഞ്ഞിരത്തെക്കാളും കയ്പ് ഒരു പക്ഷേ ഈ പച്ച ഒലിവും കായ്ക്കുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ഒരു കറയുണ്ട് വായില്. ഇതുപോലുള്ള പാറക്കൂട്ടങ്ങളാണ് ഇവിടെ മൊത്തം നമുക്ക് കാണാം. നോക്കത്താ ദൂരത്തോളം ചെറിയ ചെറിയ മലമടക്കുകൾ പോലെ കുന്നുകളാണ്, അതെല്ലാം മലകളാണ്. ആ മലയിലെല്ലാം ചെറിയ ചെറിയ കല്ല് ഇതുപോലത്തെ പാറക്കഷ്ണങ്ങളൊക്കെ. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് മോശയുടെ അമ്മായിപ്പനായ ഇത്രോവ് താമസിച്ച ഗുഹയിലേക്കാണ്. ഈ ഗുഹയിലാണ് ഇത്രോവും ഫാമിലിയും താമസിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അവരുടെ ഫാമിലി ഓരോ അംഗങ്ങളെ മരിച്ചു കഴിഞ്ഞ് അടക്കിയിരിക്കുന്നത് ഈ ഗുഹയിൽ തന്നെയാണ്. അതിന്റെ കല്ലറയ്ക്ക് ഇതിന്റെ അകത്ത് ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നമുക്ക് എന്തായാലും അതിന്റെ അകം ഒന്ന് പരിശോധിക്കാം. കരകൾ മാറ്റണമേ, കരണലീകണമേ നാഥ, കനിവ് തോന്നണമേ. കരമുയരുന്നേ നാഥ, കരകൾ മാറ്റണമേ, കരണലീകണമേ നാഥ, കനിവ് തോന്നണമേ. കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി മാറി, അന്നു കാൽനടയായി നാഥൻ മലമുകളേറി, അന്നു ജീവനേകുവനായെന്തു പാടുപെട്ടു നീ, അന്നു ജീവനേകുവനായെന്തു പാടുപെട്ടു നീ. എന്റെ
ഈ മല രണ്ടായിട്ട് വിഭജിക്കപ്പെടുകയും ഇതിൻ്റെ നടുക്കോടെ ഇസ്രായേൽ ജനം കടന്നു വരികയും ചെയ്തു. നമ്മുടെ ഒരു വിശ്വാസം അനുസരിച്ച് ആ കാലഘട്ടത്തിൽ ഇവിടെ തന്നെ ജലമായിരുന്നിരിക്കണം. പിന്നെ വാട്ടർ ലെവൽ ഇറങ്ങി കടലിൽ താഴോട്ട് ഇറങ്ങിപ്പോയതാണ്. എനിവേ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും തോറും ചെങ്കടലാണ്. പിന്നെ അപ്പോൾ ആ ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് നമ്മുടെ എന്താ പറയുക, ഒരു തികച്ച് നമ്മുടെ ഒരു കേരളീയ ശൈലിയിൽ നിന്നൊക്കെ മാറി, അല്ലെങ്കിൽ കേരളത്തിൻ്റെതായ ഒരു ടൂറിസം സങ്കല്പത്തിൽ നിന്നൊക്കെ മാറി വളരെ വ്യത്യസ്തമായ ഒരു സൗന്ദര്യം, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തികച്ചും ഒരു പുതിയ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ചരിത്ര പ്രധാനമായ ബൈബിളിലെ പഴയ നിയമത്തിൽ ഉടനീളം നമ്മൾ വായിക്കുന്ന കാണുന്ന ചെങ്കടലിന്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതാണ് ചെങ്കടലിന്റെ ഒരു ഭാഗമാണിത്. നമ്മൾ നോക്കും, ഇത് സൗദി അറേബ്യ എന്ന രാജ്യത്തിന്റെ അതീതയുള്ള സ്ഥലമാണ്. അതുപോലെ ഈ കടലിന്റെ അപ്പുറഭാഗം, ആ കാണുന്ന ഭാഗമാണ് നമ്മുടെ ഇസ്രായേല്. അത് ഇസ്രായേലാണ്. ഇതാണ് ചെങ്കടൽ നമ്മൾ കാണുന്നത്. ഈ ചെങ്കടലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ, ഈ തിര വരുന്ന ഈ ഭാഗത്തൊക്കെ ഒന്ന് പൊതുവെ കടലിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ തിരകൾ വളരെ കുറവാണ്. പിന്നെ ഈ കാണുന്ന ഭാഗത്ത് കടലിന്റെ വെള്ളത്തിന്റെ കളർ പച്ച കളറാണ്. പിന്നെ അവിടുന്ന് ഒരു 30 മീറ്റർ കഴിഞ്ഞാൽ ആഴം കൂടുന്നതനുസരിച്ച് നീല കളറാകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നീല കളറായി ഈ പച്ച കളർ കാണുന്ന സ്ഥലം വരെയൊക്കെ നമുക്ക് ഇറങ്ങി കുളിക്കാം. His Son, our Savior, come to us by virgin birth. We believe He died to save us, bore our sins, was crucified. Then from death He rose victorious, ascended to the Father's side. അങ്ങനെ നമ്മൾ ചരിത്രപ്രധാനമായ ചെങ്കടലിൽ കുളിക്കാൻ ഇറങ്ങുന്ന ദൃശ്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെങ്കടലിൽ ഇവിടെ നിന്ന് ഉള്ളിലേക്ക് പോകുന്നതോറും ആഴം കൂടുതലാണ്. His Spirit on His church with gifts of power. God, His word of truth affirming, sends us to the nations now. He will come again in glory, judge the living and the dead. Every knee shall bow. തന്റെ സഹോദരനെ രക്ഷിക്കാനായിട്ട് മോശ മിസ്രയീമിനെ കൊന്നു എന്ന സംസാരം ഉണ്ടാവുകയും അതിനെ തുടർന്ന് അത് ഫറവോൻ അറിയുകയും ഫറവോൻ മോശയെ കൊല്ലാനായിട്ട് ആലോചിക്കുന്ന സമയത്ത് അതറിഞ്ഞിട്ട് പേടിച്ചിട്ട് മോശ അവിടെ നിന്ന് ഓടിപ്പോകുന്ന ഒരു രംഗമുണ്ട് നമ്മൾ പുറപ്പാട് 2-ാം അധ്യായം വായിക്കുമ്പോൾ. അങ്ങനെ മോശ അവിടെ നിന്ന് ഓടിപ്പോയി മിദ്യാനിലെത്തുന്നു. അവിടെ എത്തിയിട്ട് അദ്ദേഹം ഒരു കിണറ്റിൻ കരയിലിരിക്കുന്ന സമയത്ത് ഒരു മിദ്യാനിലെ പുരോഹിതന്റെ 7 മക്കൾ അവിടെ വെള്ളം കോരാൻ വരുന്ന ഭാഗങ്ങൾ നമുക്കറിയാം. അപ്പോൾ ആ വെള്ളം കോരാൻ വരുന്ന അവര് വെള്ളം കോരുന്ന സമയത്ത്, ആടുകളെ കുടിപ്പിക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഇടയന്മാർ ഇവരെ ഡിസ്റ്റർബ് ചെയ്യുന്നു. അപ്പോൾ മോശ ഇവർക്ക് ആടുകളെ കുടിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഈ 7 യുവതികൾ പിതാവിന്റെ അടുത്ത് ചെന്ന് ഈ കാര്യങ്ങൾ പറയുമ്പോൾ പിതാവ് ആ ഹെൽപ്പ് ചെയ്ത ആളെ വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നു.
അങ്ങനെ അവര് മോശനെ വിളിച്ചോണ്ട് ചെല്ലുന്നു. മോശ അവിടെ ഭക്ഷണം കഴിച്ച് താമസിക്കുന്ന രംഗമാണ് നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്. അതിനെ തുടർന്ന് ആ മക്കളിൽ ഒരുളായ സിപ്പോറയെ ആ പുരോഹിതൻ മോശയ്ക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഞാനിത് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിദ്യാൻ എന്ന് പറഞ്ഞ ആ ഒരു പഴയ പ്രദേശമാണിത്. ആ കാണുന്ന സ്ഥലത്ത് ആണ് മോശ ഇരുന്നതും ആ യുവതികൾ വെള്ളം കോരാൻ വന്നതായി കിണറുള്ളത്. നമുക്ക് ആ കിണർ ഒന്ന് കാണാം. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ ആ കിണർ. നല്ല ആഴമുള്ള കിണറാണ്. പക്ഷേ ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഇതിൽ വെള്ളമില്ല. നമുക്ക് അതിൻ്റെ സൈഡിൽ പടകുകളൊക്കെ കാണാം. ഒരു പക്ഷേ വെള്ളം കുറവുള്ള സമയത്ത്, കിണറ്റിൽ വെള്ളം കുറവുള്ള സമയത്ത് ആ പടക് വഴി ഇറങ്ങിച്ചെന്നായിരിക്കാം വെള്ളം കോരുന്നത്. ഇപ്പോൾ ഇത് വെള്ളം പറ്റിക്കിടക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ കാണുന്നു. പടകൊക്കെ അതേപടി തന്നെയുണ്ട്. ഇതാണ് അതായത് മോശ ഇവിടെ വന്ന് ആണ് ഇരുന്നതും യുവതികളെ ഹെൽപ്പ് ചെയ്തതും വെള്ളം കുടിച്ചതും എന്നാണ്. ഇതാണ് മിദ്യാൻ എന്ന് പറഞ്ഞ സ്ഥലം. അങ്ങനെയാണ് നമുക്ക് ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു അതിർത്തിയിലാണ്. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് സൗദി അറേബ്യയുടെ ഒരു അതിർത്തിയിലാണ്. ആ കാണുന്ന ആ മലനിരകൾ, അതായത് ഇത് ചെങ്കടലാണ്, ചെങ്കടലിൻ്റെ ഒരു ഭാഗമാണ്. ചെങ്കടലിൻ്റെ അപ്പുറം കാണുന്ന മലനിരകൾ ഈജിപ്ത്, ഇസ്രായേൽ, ജോർദൻ, ആ 3 രാജ്യങ്ങളുടെ അതിർത്തിയാണ് ആ മലനിരകൾ കാണുന്നത്. ആ മലനിരകളുടെ താഴെ നമുക്ക് പടക്കപ്പലുകളൊക്കെ കിടക്കണതാണ്. 4-5 കപ്പലുകൾ കിടക്കുന്നുണ്ട്. അത് ആ രാജ്യങ്ങളിലേക്ക് ആവാനാണ് സാധ്യത. നമ്മളിപ്പോൾ നിൽക്കുന്നത് സൗദി അറേബ്യയുടെ ബോർഡറിലാണ്. ഈ ചെങ്കടലിനപ്പുറം ജോർദൻ, ഈജിപ്ത്, അതുപോലെ ഇസ്രായേൽ, അങ്ങനെ 4 രാജ്യങ്ങളുടെ അതിർത്തി നമുക്ക് ഇവിടെ ഒരേപോലെ കാണാൻ സാധിക്കും. ഇത് നമ്മളിപ്പോൾ ജോർദാൻ ബോർഡറിലേക്ക് കടന്നുകൊണ്ടിരിക്കും. ഇവിടെ എഴുതിയിട്ടുണ്ട് സൗദി ജോർദാൻ ബോർഡർ എന്ന്. ഇതിൻ്റെ അപ്പുറം നമ്മൾ ഇതേ ഭാഗമാണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജോർദാൻ്റെ അതിർത്തിയാണ്. ഇതാണ് സൗദി ജോർദാൻ ബോർഡർ. Popeye the Sailor Man, Popeye the Sailor Man, I'm strong to the